നമ്മുടെ മുമ്പിൽ ആര് വന്നാലും, നമ്മുടെ മുമ്പിൽ ഏത് പാവപ്പെട്ടവും വന്നാലും ആര് വന്ന് കൈ നീട്ടിയാലും കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ വേണം. നമ്മൾ ട്രെയിനിൽ പോകുമ്പോ, അല്ലെ നമ്മൾ കർണാടകയുടെ പരിസരത്തിലൂടെ പോകുമ്പോ, കേരളക്കരയുടെ പരിസരത്തിലൂടെ പോകുമ്പോ ഈ ചെറിയ മക്കളൊക്കെ നമ്മുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടും. നിങ്ങൾ പൈസ കൊടുക്കണ്ട, അതിലൊരിക്കലും ഞാൻ പറയണില്ല പൈസ കൊടുക്കണ്ട. അവർക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. വിശക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കാതെ ഒരു നേരം തന്നെമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ വാങ്ങിക്കൊടുക്കുക. വെറുതെ പറഞ്ഞില്ല. പിന്നെ ഒരു കൂട്ടുകാരാണ്, ഞാൻ പേരൊന്നും പറയണില്ല, വയനാട്ടിലുള്ള. എനിക്ക് ഓനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം വേറെ ഒന്നല്ല. ഞങ്ങൾ എവിടെ ഭക്ഷണം കഴിക്കാൻ പോയാലും ഓനെ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണം വേറെ കുറച്ച് ഭക്ഷണമൊക്കെ കൂടെ എന്ത് ചെയ്യും, എടുത്തിട്ട് അതിനൊരു ഇറച്ചി പീസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ഈ പോകുന്ന വഴി ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആ റോഡിന്റെ സൈഡിൽ ഉണ്ടെങ്കിൽ ഓർക്ക് കൊടുക്കും. ഈ റോഡിന്റെ സൈഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും. നിങ്ങളൊന്ന് കൊടുത്തു നോക്കും പ്രിയപ്പെട്ടവരെ. അത് മനസ്സിൽ വല്ലാത്ത സന്തോഷം. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടവർ നമ്മൾ കൊടുത്തു നോക്ക്, നമ്മുടെ മനസ്സിൽ വല്ലാതെ സമാധാനം ഉണ്ടാവും. നമ്മൾ മംഗലാപുരത്ത് പോയി, മംഗലാപുരത്ത് പോകുന്ന സമയത്ത് ആ റോഡിന്റെ സൈഡിലൊക്കെ പാവപ്പെട്ടവർ ചെറിയ മക്കളൊക്കെ ഭക്ഷണം പോലും ഇല്ലാതെ വിഷമിക്കണവരുണ്ടാവും. നമ്മുടെ കയ്യിൽ പൈസ കൊടുക്കണ്ട, നമ്മൾ ആരും അറിയണ്ടപ്പ. അങ്ങനെ ചില ആളുകളുണ്ട് ഈ കൊടുക്കണത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. ചില ആളുകളുണ്ട് ഈ കൊടുക്കണത് യൂട്യൂബിൽ വീഡിയോ എടുത്തിടുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലെ, അല്ലാഹുവേ ഞങ്ങൾ നീ കാത്തിരിക്കണേ റഹ്മാനെ. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ടവൻ നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നുണ്ടെങ്കിൽ അവനക്ക് അഭിമാനമുണ്ട്. ആ അഭിമാനം പോലും പണയം വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുമ്പോ, ഞാൻ 1 കിലോ റേഷൻ എഴുതി തരാം, 1 കിലോ സർക്കാരിന് എഴുതി തരാം, എന്നിട്ട് അത് നേരെ ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തിട്ട് നന്മ മരം BGM കയറ്റിട്ട് ഇട്ട് കഴിഞ്ഞാല് അതാണ് നന്മ മരം എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ആ ഒരു ശതക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഒരു കാര്യമില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ.